JP ടോക്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 2 അധ്യായങ്ങളിലായി നമ്മൾ പങ്കുവച്ചത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞു നിൽക്കുന്ന 22 വാർഡുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിലവിലെ സാഹചര്യങ്ങൾ, അവരുടെ പ്രചരണ തന്ത്രങ്ങൾ, പ്രചരണ രീതികൾ, അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം, ഇതൊക്കെയാണ് ശ്രീമാൻ ഫാറൂഖ്, മാതൃഭൂമിയുടെ ലേഖകനാണ്, നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്, വന്നേരിനാട് പ്രസ് ഫോറത്തിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഫാറൂഖ് നിഷ്പക്ഷമായി നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് മാറഞ്ചേരിയുടെ രാഷ്ട്രീയ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വാക്കുകൾ കൊണ്ട് വരച്ചിടുന്നത്. തീർച്ചയായും ഫാറൂഖിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിവെച്ച വാർഡ് മുതൽ ഇനി അങ്ങോട്ടുള്ള കുറച്ച് വാർഡുകൾ കൂടി ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ശ്രീ ഫാറൂഖ്, നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിവെച്ചെടുത്ത് നമുക്ക് വീണ്ടും തുടങ്ങാം. ഇനി 10ാം വാർഡാണ്. 10ാം വാർഡും ഈ പറഞ്ഞ പോലെ മാറഞ്ചേരിയെ സംബന്ധിച്ച് വളരെ ഉറ്റുനോക്കുന്ന വാർഡുകളിൽ ഒന്നാണ് 10ാം വാർഡ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും 10ാം വാർഡ് നിർണായകമായി പങ്കുവഹിച്ച വാർഡാണ്. അതിന്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ നമുക്ക് പിന്നീട് ആ ഒരു സാഹചര്യം പിന്നീട് വിശകലനം ചെയ്യാം. നിലവിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഈ സാഹചര്യം എന്താണ് 10ാം വാർഡിൽ? 10ാം വാർഡില് അവിടെ LDF നമ്മുടെ നാസർ മാഷാണ് അവിടെ മത്സരിക്കുന്നത്. UDF-ന് നമ്മുടെ ഫിറോസ് മാറഞ്ചേരി എന്നും MP ഫിറോസ് അങ്ങനെ അറിയപ്പെടുന്ന പോപ്പുലറാണ്. ഗായകൻ എന്നുള്ള നിലയിലും സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ വേദികളിലും സജീവമായിട്ട്. നാസർ മാഷിനെ സംബന്ധിച്ചിടത്തോളം നാസർ മാഷ് ഒരു നാടിന്റെ അധ്യാപകൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. മാറഞ്ചേരിയുടെ അധ്യാപകൻ, ആള് മാറഞ്ചേരിയില് അധ്യാപകനായിട്ട് മംഗലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രദേശത്ത് ഒരുപാട് ക്ഷീണങ്ങളെല്ലാം അല്ലെങ്കിൽ അങ്ങനെ ഒരു നാടിന്റെ ഒരു അധ്യാപകനായിട്ടുള്ള പ്രവാസിയായപ്പോഴും ആ ഒരു സൗഹൃദം സ്നേഹവും കീപ്പ് ചെയ്തവരാണ്. അറിഞ്ഞിടത്തോളം ഇപ്പൊ ഈ പ്രവാസ് ഇപ്പൊ താമരശ്ശേരിയിൽ നിന്ന് തന്നെ ഒരുപാട് പേരെ ഗൾഫിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ കുടുംബത്തെ അങ്ങനെ ഒരു രീതിയിലൊക്കെ ആള് ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള കാരണം ആള് പ്രവാസിയായിരുന്നു. ഇപ്പൊ കുറെ രാജ്യങ്ങൾ, വിദേശത്ത് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരുപാട് ജീവിതം അറിയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ചെറുപ്പക്കാരനാണ്, യുവാക്കളിൽ നല്ല കാഴ്ചപ്പാടുണ്ട് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ കാഴ്ചപ്പാടുണ്ട്, എങ്ങനെ ആവണം ഒരു വാർഡ്, എങ്ങനെ ആവണം കാഴ്ചപ്പാടുണ്ട്. മാഷെ സംബന്ധിച്ചിടത്തോളം മാഷ നേരത്തെയും ഇത്തരത്തില് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഒരു ആൾ കൂടിയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു വിഷനൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അത് താമരശ്ശേരിക്കാര്. ഇപ്പൊ ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു UDF വാർഡ് എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയാ ഇപ്പോഴത്തെ ഈ വിഭജനം, വാർഡ് വിഭജനം കഴിഞ്ഞതിന് ശേഷം മുമ്പും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. വാർഡ് വിഭജനം കഴിഞ്ഞതിന് ശേഷം അല്ല, അതിന് മുമ്പ് അവിടെ നമ്മുടെ വിജയേട്ടനൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം. UDF നേരത്തെ നൗഷാദ്, ബിൻസി നൗഷാദ് കോൺഗ്രസിന്, പിന്നീടാണ് അത് മുസ്ലിം ലീഗിന് അവാർഡ് കൊടുത്ത കഴിഞ്ഞ തവണയാണ് കൊടുത്തത്. ആ കൊടുത്ത സമയത്താണ് പിന്നീട് സൂറ ഉസ്മാൻ അവിടെ ജയിച്ചു. അപ്പോ LDF-നെ സംബന്ധിച്ചിടത്തോളം, CPI-നെ സംബന്ധിച്ചിടത്തോളം, LDF എന്നുള്ള ഒരു കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം അവാർഡ് നിലനിർത്തുക എന്നുള്ളത് അപ്പൊ നാസർ മാഷിലൂടെ നിലനിർത്തുക. അപ്പൊ അവര് ഏറ്റവും പക്ഷെ മാറഞ്ചേരിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രാദേശിക ഏറ്റവും കൂടുതൽ ഒരു പ്രദേശം കൂടിയാണ് താമരശ്ശേരി. അപ്പൊ അത് സ്വാഭാവികം ഉണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം താമരശ്ശേരി. കാരണം അവര് പ്രാദേശിക അവിടെ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടൊരു വൈര്യ അങ്ങനെ ഒരു രീതിയിലേക്ക് അവിടെ പോവാത്തൊരു പ്രദേശം കൂടിയാണ്. നമുക്കറിയാം ഇപ്പൊ മാറഞ്ചേരിയിൽ തന്നെ ഒരു വലിയൊരു മാതൃക കാട്ടിയ ആൾക്കാരാണ് താമരശ്ശേരിക്കാര്. നല്ല റോഡ് ഉണ്ടാക്കി. അപ്പൊ ഇതിനൊക്കെ ഭാഗമായിട്ട് നിന്ന ആൾക്കാർ നാസർ മാഷായാലും ഇവരായാലും വളരെ സജീവമായിട്ട് നിന്ന ആൾക്കാരാണ്. അപ്പോ അത് ഒരു പ്രദേശത്ത് ആർക്കാണ് അപ്പോ എനിക്ക് തോന്നുന്നത് ചിലപ്പോ നാസർ മാഷ് ഫിറോസിനെയും ഒരുപക്ഷെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. ഫിറോസിന്റെയും ഭാഷയായിരിക്കാം ഒരുപക്ഷെ, അറിയില്ല. അപ്പൊ അത് എത്ര മാത്രം. അപ്പോ അങ്ങനെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ശിഷ്യൻ അല്ലെങ്കിൽ അങ്ങനെ അധ്യാപകൻ അറിയില്ല. അപ്പൊ ആ ഒരു രീതിയിലേക്ക് അപ്പോ അതില് അവിടെ താമരശ്ശേരിക്കാര് ഒരു അധ്യാപകനെയാണോ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്നല്ല, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു നല്ല ഗായകനൊക്കെ ആയിട്ടുള്ള വിഷനൊക്കെ ഉള്ള
ഫിറോസിനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് പത്തിരുപത്തി ഇപ്പൊ മത്സരം നന്നായിട്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ LDF-ന്റെ സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോഴൊക്കെ സമയമായി. കൂടിയാണ് ഫിറോസിനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കി പ്രചരണമൊക്കെ തുടങ്ങി. പിന്നീട് അവിടെ വിജയേട്ടൻ വരുന്നൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ ആള് തീവ്രമായിട്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള അറിയിച്ചിട്ട് ആള് മാറിയിരിക്കുകയും ഏറ്റവും അവിടെ ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി നാസർ മാഷാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നാസർ മാഷ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു റിസൾട്ട് നല്ല പൊരിഞ്ഞ പ്രചരണം തന്നെയാണ്. രണ്ട് നല്ല ശക്തമായ പ്രചരണം നല്ല രീതിയിൽ. കാരണം മുമ്പുണ്ടായിരുന്ന നമ്മുടെ സുലൈഖ റസാഖ് മെമ്പറായിട്ടിരുന്ന വാർഡിൽ നിന്നുള്ള ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നിലവിലെ ഈ 10ാം വാർഡിലേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പൊ അത് UDF ഒരു മെജോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എങ്കിൽ പോലും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അല്ല, ആ ഒരു വികാരത്തിന്റെ രീതിയാണ് ഞാൻ പറയുന്നത്. അവര് എങ്ങനെയാണ്, ഭാഷയാണോ അല്ലെങ്കിൽ ഫിറോസിനെയാണോ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. കാരണം അതില് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, പലപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടുകൾ വരും എന്നുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാനിരിക്കുന്ന ഒരു വാർഡാണ്, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർഡ് കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതുണ്ട് അവിടെ. അപ്പോ അങ്ങനെയാണ് ആ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. പിന്നെ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു നേരത്തെ ആള് CPI-യുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കുറച്ചു കാലം CPI-യുടെ ഭാഗമായിട്ടുണ്ട്, പിന്നീട് CPM-ന്റെ ഭാഗമായിട്ടും ഉണ്ട്. ഇപ്പൊ രണ്ടിന്റെ ഭാഗമില്ലാതെ സ്വതന്ത്രമായിട്ട് അറിയിച്ചതാണ്. അപ്പൊ ആ ഒരാളും അവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അവർക്ക് എത്രമാത്രം അവിടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വോട്ട് പറ്റും. 10 വോട്ടുകളെങ്കിലും 10 വോട്ടെങ്കിലും ഒരാൾ പിടിച്ചാൽ ആ 10 വോട്ട് ഒരു സ്ഥാനാർത്ഥി കപ്പാസിറ്റി ഉണ്ടാവും. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണത് ഉണ്ടാവുന്നുള്ളത് ഒക്കെ നമുക്ക് എന്തായാലും റിസൾട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. ആൾക്ക് എത്ര വോട്ട് കിട്ടും, അത് ചിലപ്പോൾ ആളുടെ വോട്ടിന്റെ സ്വാധീനം ഈ റിസൾട്ടിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, അല്ലെ ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് റിസൾട്ട് വരെ കാത്തിരിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ്. ഇനി നമ്മൾ 11ാം വാർഡിലേക്കാണ് കിടക്കുന്നത്. എന്താണ് 11ാം വാർഡിന്റെ ഒരു സാധ്യതകൾ, എത്രത്തോളം ഉണ്ട് അവിടുത്തെ പ്രചരണം, എങ്ങനെയൊക്കെയായിരുന്നു? 11ാം വാർഡില് LDF-ഉം UDF-ഉം ശക്തമായ പ്രചരണം തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ UDF-ന്റെ വാർഡാണത്. പഴയ നമ്മുടെ സുലൈഖ റസാഖ് നിലവിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അവർ പ്രതിനിധാനം ചെയ്ത വാർഡാണ്. ആ വാർഡിൽ ഇപ്പോൾ നിലവിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീജിത്താണ്, T. ശ്രീജിത്താണ്. വാർഡിനെ പ്രതിനിധീകരിച്ച മറഞ്ചേരി പഞ്ചായത്ത് അംഗവും കൂടിയാണ്. ഓപ്പോസിറ്റ് LDF സ്ഥാനാർത്ഥിയാണ്. LDF സ്ഥാനാർത്ഥി പറയുന്നത് CPI-യുടെ നേതാവ് കൂടിയാണ്. പഴയ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയാണ്. അപ്പോൾ ഈ നജീബ് ഖാൻ, ചാന്ദിപ്പുറത്ത് നജീബ് ഖാൻ അവിടെ ഒരു സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടെ ആ ഒരു മത്സരത്തിന്റെ ഒരു സ്വഭാവം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതുവരെ ജയിച്ചു നിൽക്കുന്ന ഒരു വാർഡ് എന്നുള്ള ഒരു UDF-നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ശ്രീജിത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രീജിത്ത് ഇപ്പോൾ നജീബ് ഖാൻ നിലവിൽ 11ാം വാർഡിൽ ഉൾപ്പെടുന്ന വോട്ടറാണ്. ശ്രീജിത്ത് തൊട്ടപ്പുറത്തെ 10ാം വാർഡിലെ വോട്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അതിനപ്പുറം ശ്രീജിത്തിന് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലക്കും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയും ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതിന്റെ ഒരു ഇത് വാർഡിനെ പ്രതിനിധീകരിച്ച് നേരത്തെയുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് അവിടെ സ്വാധീനമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ അതിനപ്പുറം നജീബ് ഖാൻ കഴിഞ്ഞാൽ ഒരുപാട് സീനിയറാണ്. സീനിയർ എന്ന് പറയുമ്പോൾ കുറേ കാലം ഇപ്പോൾ ശ്രീജിത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരുന്നതിന് മുമ്പ് ഈ പൊതുരംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന
അവിടുത്തെ തന്നെ ഒരു അറിയപ്പെടുന്നൊരു ഫാമിലിയിൽ പെട്ട ആൾ കൂടിയാണല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ CPM NCPയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരു സീറ്റാണ്. നേരത്തെ നാസർക്കൊക്കെ നേരത്തെ നാസർക്കൊക്കെ ജയിച്ച ഒരു വാർഡാണ്. വാർഡാണത്. ആ വാർഡ് CPM നിർബന്ധപൂർവ്വം ചോദിച്ച് വാങ്ങിച്ച സീറ്റ് നജീബ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാം എന്നുള്ള ഒരു ആവശ്യം CPM തന്നെയാണ് അവിടെ വെക്കുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നജീബ്ക്ക് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിവേഷം അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആവുന്നത് അതിൻ്റെ കൂടി ഭാഗമാണ്. കാരണം CPM അത്രയും താല്പര്യപൂർവ്വമാണ് ആ സീറ്റ് CPIക്ക് കൊടുത്തത്. അപ്പോൾ അത് അവർക്ക് എങ്ങനെയെങ്കിലും, കാരണം നിലവിൽ UDFൻ്റെ ഒരു വാർഡാണത്, അത് എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു അവരുടെ ഒരു പ്ലാൻ്റെ ഭാഗമായിട്ടൊക്കെ ആവണം. LDFൻ്റെ ഒരു പ്ലാൻ്റെ ഭാഗമായിട്ട് തന്നെയാണത്. പ്രത്യേകിച്ച് മാറഞ്ചേരി സെൻറ്ററിൽ LDFന് അങ്ങനെ ഒരു സീറ്റ് ഉണ്ടാവുക എന്നുള്ളത്, പ്രത്യേകിച്ച് CPMനും CPIക്കും കൂടി ഒരു സ്വാധീനം അവിടെ മാറഞ്ചേരി സെൻറ്ററിനകത്ത് വലിയ രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഭാഗം കൂടിയാണത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നതോടുകൂടെ അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള മൊത്തത്തിലുള്ള ചിത്രം മാറിയിട്ടുണ്ട്. അപ്പോൾ നജീബ്ക്കെ സംബന്ധിച്ചിടത്തോളം നജീബ്ക്ക് ഏറ്റവും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന, വളരെ ചെറുപ്പം മുതലേ ഇടപഴകുകയൊക്കെ ചെയ്യുന്ന കുറേ വോട്ടർമാരും ആൾക്കാരും കുടുംബക്കാരും അങ്ങനെ ഒരു സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു വലയുണ്ട്. അതോടൊപ്പം ശ്രീജിത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയമായിട്ട് നല്ലൊരു പോരാട്ടം തന്നെയാണ് അവിടെ നടക്കും. പ്രത്യേകിച്ച് ഈ അഭിമാന പോരാട്ടം കൂടിയാണ് രണ്ട് വാർഡിൽ. ഇപ്പോൾ ശ്രീജിത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രീജിത്ത് നിലവിൽ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. ഇവിടുന്ന് മത്സരിക്കണം എന്നുള്ളത് കൊണ്ടും ഒക്കെയാണ് അതിൽ നിന്ന് മാറിയിട്ടുള്ളത്. പിന്നെ കോൺഗ്രസിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടായിരുന്ന കുറേ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടും ആണ് ആ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ട് വരുമ്പോൾ, ഇപ്പോൾ ശ്രീജിത്തിൻ്റെ പല വിഷയങ്ങളും നമുക്ക് അറിയാം. ഇവിടെ പൊളിറ്റിക്സിൽ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത വിഷയമാണ്. അപ്പം അങ്ങനെ രാഷ്ട്രീയമായിട്ടൊക്കെ വലിയ രീതിയിൽ വിവാദങ്ങളും അങ്ങനെ പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും ഒക്കെ പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും അതിനൊക്കെ തരണം ചെയ്യാനും നിൽക്കാനൊക്കെ കരുത്തും ശേഷിയും ഒക്കെ ശ്രീജിത്തിന് ഉണ്ടായിട്ടുമുണ്ട്. രാഷ്ട്രീയമായിട്ട് പാർട്ടി കോൺഗ്രസ് എന്നുള്ള നിലക്ക് പാർട്ടി അവൻ്റെ കൂടെ ഒപ്പം നിന്നിട്ടുണ്ട്. അതിൽ നിൽക്കുന്നതിൽ ഒരു വിഭാഗം ആളുകൾക്ക് എതിർപ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവനൊരു രാഷ്ട്രീയ രംഗത്ത് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ വളരെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മത്സരം വളരെ തീപാർണ പോലത്തെ ഒരു മത്സരം എന്നുള്ള രീതിക്ക്, കാരണം അവിടെ മത്സരം CPMൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് CPM അതിനെ കാണുന്നത്. അവരുടെ ഒരു അഭിമാന പ്രശ്നം, ശ്രീജിത്തിനെ പോലുള്ള ഒരാളെ അവിടെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മത്സരം പോകുന്നുണ്ട്. അപ്പോൾ അത് നജീബ്ക്ക് പോലുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അത് രണ്ടും ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പോൾ അത് അതിൻ്റെ മത്സരഫലം എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്നും നമുക്ക് സജീവമായിട്ട് ഇപ്പോൾ ഇപ്പോൾ ശ്രീജിത്തായാലും നജീബ്ക്കായാലും കളം അറിഞ്ഞ് കളിക്കാൻ അറിയുന്നവർ തന്നെയാണ്. അപ്പോൾ നജീബ്ക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ആള് ശ്രീജിത്ത് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടും നോക്കുമ്പോൾ ശ്രീജിത്തിനേക്കാളും എക്സ്പീരിയൻസും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് സീനിയറൊക്കെ ആയിട്ടുള്ള ആള് നജീബ്ക്ക് തന്നെയാണ്. അതിൽ നമ്മൾ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ആള് വളരെ മുമ്പ് മുതൽ രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മത്സരം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം നിലവിലെ അത് UDFൻ്റെ ഒരു വാർഡ് എന്നുള്ള നിലക്ക് നിലനിർത്തുക എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം ശ്രീജിത്തിന് തന്റെ ആരോപണങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയും ഉണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു സംഭവം കൂടി. അതേസമയം ശ്രീജിത്തിനെ തോൽപ്പിക്കണമെന്നൊരു അജണ്ട കുറച്ച് വിഭാഗം ആളുകൾക്ക് കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങൾ, പരസ്യമായ പ്രശ്നങ്ങൾ സോൾവ് ആയെങ്കിൽ പോലും അതൊക്കെ പിന്നീട് പരിഹരിച്ച് കോൺഗ്രസിനകത്ത് അതൊക്കെ പരിഹരിച്ച് പോയിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ നിലവിലെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ അപ്പോൾ ഒരു ഇലക്ഷന് നേരിടുന്ന ഒരു ഘട്ടമാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം.
എങ്കിൽ പോലും ശ്രീജിത്തിന് അത്ര ഒരു ഈസി ആയിട്ട് ഈസി ജയമല്ല. ജയിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ അത് അത്രയും കഠിനമാണ്. അപ്പോൾ അത് അവസാനം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഒന്നും പറയാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എന്തിനായാലും. അപ്പം അത് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത് 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അത്രയും ശക്തമാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ അവിടെ ഓരോ രീതിയിലും ഓരോ മുക്കുമൂലകളിലും LDF-ന്റെ പ്രവർത്തകരും ഉണ്ട്, UDF-ന്റെ ആൾക്കാരും ഉണ്ട്, എല്ലാ ഇതിലും. ഇപ്പോൾ അവിടെ അങ്ങനെ അത്രയും ആക്റ്റീവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM അതിനെ ആ ഒരു പ്രചരണത്തെ മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. മെമ്പർ ആണെങ്കിൽ പോലും CPM അതിന്റെ ആ ഒരു രീതിയിൽ. കാരണം CPM-ന്റെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് നജീബ്ക്കയുടെ സജസ്റ്റ് ചെയ്യുകയും നജീബ്ക്ക പോലുള്ള ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ വാർഡ് തിരിച്ചു പിടിക്കാൻ പറ്റും, ജയിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു സന്ദേശം പാർട്ടിക്ക് കൊടുക്കുകയും പാർട്ടി അതിന് ഒക്കെ അംഗീകാരം കൊടുക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത്. നേരത്തെ ഇപ്പോൾ CPM-ഉം CPI-യും തമ്മിലുള്ള സീറ്റ് ചർച്ചകൾ വൈകിയെങ്കിൽ പോലും ഈ വാർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ 11-ാം വാർഡിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടായിരുന്നില്ല. മറ്റു വാർഡുകളെ സംബന്ധിച്ചാണ് തർക്കം. 11-ാം വാർഡിൽ ഏകദേശം നജീബ്ക്ക എന്നുള്ള ഒരു സാധനം ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിജയേട്ടൻ്റെ പേര് ആള് പിന്നെ താമരശ്ശേരിയിലും എവിടെ മത്സര രംഗത്തില്ല എന്നുള്ള ഒരു സാധനം ആള് സ്വമേധയെ പാർട്ടി അറിയിച്ചത് കൊണ്ട് പിന്നെ നജീബ്ക്ക തന്നെയാണ്, നജീബ് ഖാനെ തന്നെയാണ് ഇവിടെയുള്ള CPM ഉൾപ്പെടെയുള്ള ലീഡേഴ്സും പ്രവർത്തകരും നിർബന്ധപൂർവ്വം പറഞ്ഞതും. അപ്പം അതുകൊണ്ട് അത് എനിക്ക് നജീബ്ക്കാക്ക് ഒരു പ്ലസ്സാണ്. നജീബ്ക്കാനെ സംബന്ധിച്ചിടത്തോളം ആളെ ഇങ്ങനെ ഒരു വീണ്ടും ഒരു ജനപ്രതിനിധിയായി കാണണം എന്നുള്ള രീതിക്ക് LDF ആയാലും CPM ആയാലും CPI ആയാലും കാണുന്നു എന്നുള്ളത്, ഒരേപോലെ കാണുന്നു എന്നുള്ളത് ആളെ സംബന്ധിച്ചിടത്തോളം പ്ലസ്സാണ്. അപ്പോൾ അതൊക്കെ ഒരു റിസൾട്ട് വോട്ടിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം അതിന് കാരണം നല്ല രീതിയിലുള്ള സ്വാധീനം രണ്ട് ആൾക്കാർക്കും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ സീനിയർ എന്നുള്ള നിലക്ക് നജീബ്ക്ക തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ലാത്ത കാര്യം. ആരോപണങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റതിനെ ബാധിക്കും? ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ആരോപണ വിഷയങ്ങളിലേക്ക് നമുക്ക് അതൊരു നിലവിൽ കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ വിഷയത്തിൽ നമ്മൾ അത് വോട്ടിൽ അത് ഒരുപക്ഷെ ഒക്കെ സ്വാഭാവികമാണ്. അത് ചിലപ്പോൾ ഒരുപക്ഷെ പ്രതിഫലിച്ചേക്കാം ചില ആളുകളിൽ. കാരണം അങ്ങനെ സ്വാഭാവികമായിട്ട് അതില് നേരിട്ട് ഇടപെട്ട ആളുകളോ അല്ലെങ്കിൽ അതിൽ പരാതികളോ അനുബന്ധ സംഭവങ്ങളിലൊക്കെ കക്ഷിയേലും ഒക്കെ ചെയ്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അതിനോടുള്ള ഒരു അമർഷം ഉണ്ടാവും. അത്രേ അതിൽ വരുള്ളൂ. അപ്പൊ അത്തരം സംഭവങ്ങളിൽ നമ്മൾ ആ ഒരു ഇപ്പൊ നിലവില് കോടതിയിലും കേസൊക്കെ ആയിട്ട് നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ എന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കാവുന്നതാവും. നമ്മൾ അടുത്ത ഒരു വാർഡിലേക്ക് കടക്കും. 12-ന്റെ ഒരു ചിത്രം. 12-ാം വാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു നേർക്ക് നേർ പോരാട്ടമാണ് അവിടെ. പിന്നെ വേറെ ഒന്നുമില്ല എന്ന് വെച്ചാൽ LDF UDF അപൂർവം ചില വാർഡുകൾ മാത്രമേ അങ്ങനെ ഒരു നേർക്ക് നേർ പോരാട്ടമുള്ളൂ. ഇപ്പോൾ അവിടെ LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ സ്ഥാനാർത്ഥി റജുല ഗഫൂറാണ്. റജുല ഗഫൂർ നിലവിലെ ആ വാർഡിലെ മെമ്പറാണ്. അതൊരു ജനറൽ വാർഡാണ്. ആ ജനറൽ വാർഡിൽ ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കുന്നു, CPM ആക്കുന്നു എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ്. ഇടയ്ക്ക് ആ ജനപ്രതിനിധി 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിന്റെ മികവിനുള്ള ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. ആ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പറയുന്ന അഷ്റഫ്ക്കാണ്. നമ്മുടെ കഴിഞ്ഞ തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ടിൽ ഒറ്റ വോട്ടിന് പഞ്ചായത്ത് മെമ്പർ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതില് തിരിച്ചു പിടിക്കണം. എന്ത് തന്നെ ആയാലും അന്ന് ഒരു വോട്ടിന് കൈവിട്ടു പോയ ആ ഒരു വിജയമാണത്. അപ്പൊ അത് എങ്ങനെയെങ്കിലും അത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു വലിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രചരണം അവിടെ നല്ല രീതിയിൽ അത് രണ്ട് ടീമും ഇപ്പൊ UDF ആയാലും LDF ഇപ്പോ നിലവിൽ ഇപ്പോ റജുലയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പരിചയപ്പെടുത്തൽ വേണ്ട. അതേപോലെ തന്നെയാണ് അഷ്റഫ് കയും. രണ്ടും ആ പ്രദേശത്തുള്ള ആ വാർഡിലുള്ളവരാണ്.
അവർ രണ്ടുപേരെയും അവിടെ അങ്ങനെ ഒരു രണ്ടുപേരും എല്ലാ വീടുകൾക്കും സുപരിചിതരാണ്. ഒരു രീതിയിലും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലാത്ത, എല്ലാവരുടെ ഒരു പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ഇഷ്ടക്കാരായ അറിയുന്നവര്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. അത് നമുക്കതിൽ ഒന്നും തള്ളിക്കളയാൻ പറ്റുകയില്ല. എന്തിനായാലും ആ ഒരു ജനറൽ വാർഡിൽ ഒരു വനിതയും ഒരു മത്സരം, അഷ്റഫയും റജുലയും തമ്മിലുള്ള ഒരു മത്സരം, അത് നല്ലൊരു മത്സരമാണ്. കാത്തിരിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. അപ്പൊ അത് എങ്ങനെയാണ് അത് കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തോ ഇല്ലയോ, അതെ പാർട്ടിയും മക്കളും അംഗീകരിച്ചതാണ്. ഈ തീർച്ചയായിട്ടും ജനം അംഗീകരിച്ചോ എന്നുള്ളതാണ് ഇനി അതിനേക്കാൾ അപ്പുറത്തേക്ക്. അല്ല, അത് മറ്റേ ജനങ്ങൾ അംഗീകരിച്ചു. അങ്ങനെ അവരുടെ പാർട്ടിയും അവരെ അംഗീകരിച്ചു, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ മികവിനെ അംഗീകരിച്ചത് കൊണ്ട് ആ ഒരു ജനറൽ സീറ്റിൽ അങ്ങനെ അവർക്കൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല. അപ്പൊ അത് പിന്നീട് ഇപ്പോഴത്തെ പ്രചരണത്തിൽ വരുന്ന ആ ഒരു ഏറ്റക്കുറച്ചിലും, കാരണം അഷ്റഫ് ഖയും ഒരു വോട്ടിന് നേരത്തെ പോയ ഒരാളാണല്ലോ, നഷ്ടപ്പെട്ടതാണ് ഒരു വോട്ട്. അപ്പൊ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എന്തായാലും UDFന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് അഷ്റഫ് ഖയുടെ ഭാഗത്തുനിന്ന്, അവർ വ്യക്തിപരമായിട്ടും ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള പ്രചരണമാണ്. കൂട്ടമായിട്ടും ഒറ്റയായിട്ടും സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും, UDF എന്നുള്ള നിലക്കും, അതുപോലെ LDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും, LDFന്റെ ഗ്രൂപ്പായിട്ടും ഒക്കെ നല്ല രീതിയിലുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനം 12-ൽ നടക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് നമുക്ക് കാത്തിരിക്കാം, അത്ര തന്നെ. തീർച്ചയായും നമുക്കിനി മറ്റു വാർഡുകളിലേക്ക് കൂടി പോകാനുണ്ട്. മറ്റു വാർഡുകളിലേക്ക് പോകും മുമ്പ് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഫാറൂഖ് നമ്മളോടൊപ്പം തുടരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച പ്രചരണത്തിൻ്റെ ഓട്ടത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും, ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും. ഉത്രാടപ്പാച്ചിൽ എന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും അവസാനഘട്ട ലാസ്റ്റ് ലാപ്പിലേക്കുള്ള ഓട്ടം, പ്രചരണം, അവസാനം വിട്ടുപോയ ഓരോ വീടും ഓരോ വ്യക്തിയെയും തെരഞ്ഞുപിടിച്ച് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രചരണം മുറുകിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മറ്റു കുറച്ച് വാർഡ് കൂടി നമുക്ക് ഇനി പറയാനുണ്ട്. ആ വാർഡുകളുടെ വിശദാംശങ്ങൾ കൂടി പങ്കുവെക്കാൻ ഫാറൂഖ് നമ്മളോടൊപ്പം തുടരും. തൽക്കാലം ഞങ്ങളൊരു ഇടവേള എടുക്കുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും നമുക്ക് തിരിച്ചു വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.